വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ രാവിലെ എണ്ണീറ്റ് ഓരോ മെസ്സേജ് അയച്ചവർക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞു. എല്ലാവരും തിരിച്ചു വെൽക്കം ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ അല്ല, കാപ്പി. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയ്യപ്പൻ കുളിക്കാൻ കയറി ഗൈസ്. ഞാനും കുളിക്കാൻ കയറാൻ പോവുകയാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ സമയത്തിലാണ് എന്ന് ഞാൻ പറയും. ഞാനിപ്പോൾ എണ്ണീറ്റതേ ഉള്ളൂ ഗൈസ്. ഈ ഡ്രസ്സ് ഇരിക്കുന്നു. ഹലോ, കുറേ നേരമായിട്ടാണ് കണ്ടത്. കാപ്പിയോ കാപ്പി 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 അടിച്ചിട്ടില്ല. അപ്പം ഗൈസ്, നീ കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ഹലോ, അപ്പോൾ ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴും കുളിച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെ കഴിക്കുകയാണ്. കഴിഞ്ഞ് വെച്ചാൽ പുട്ടും കടലും, പുട്ടും ഗ്രീൻ പീസും. ഞാൻ തല വെച്ച് ഞാൻ ടി വി ഉണ്ട്. വെള്ളം വെള്ളം അമ്മി ഇങ്ങനെ കാണിക്കുന്നു. അയ്യപ്പ ഞങ്ങളുടെ ചേട്ടൻ എവിടെ ഇരിക്കുന്നുണ്ടോ? എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ അയ്യപ്പൻ തന്നെ കഴിച്ചിട്ട്. ഹലോ, അപ്പം ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അയ്യപ്പനെങ്കിൽ തബല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിക്കാം. അതുകൊണ്ട് അവിടെ സൂം ചെയ്ത് കാണിക്കുന്നത്. തബല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെ തബല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അമ്മയൊരുക്കണം. വന്നിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകുന്നതായിരിക്കും പേളയിൽ. അപ്പം വീഡിയോ എടുക്കാം. ബൈ ബൈ. അപ്പം ഞാൻ ഗൈസ് ഞാൻ വീഡിയോ എടുത്ത് ഇടാം. ഹലോ, അപ്പം നമ്മൾ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അയ്യപ്പ നോക്കിയാടാ. എന്തുവാ വണ്ടി ഓടിക്കുന്നു. നമ്മള് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചെറിയ നന്ദിയാർവട്ടത്തിൽ ഇച്ചിരി ഡാർക്ക് അല്ലേ? നന്ദിയാർവട്ടത്തിൽ
വന്ന എന്തുവാ കയ്യില്? നമുക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോവാം. പാനാക്കുഞ്ഞിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അതറിഞ്ഞില്ലല്ലോ. അതിന്റെ പരിപാടിയാ പാനയ്ക്ക്. ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ കുഞ്ഞ് തന്നെത്താൻ. അത് നിർത്തണോ അതോ പോയാൽ മതി? ചാടി ഇറങ്ങാം, നിർത്തണ്ട. ഇത് അപ്പച്ചിയുടെ വീടാണ്. അപ്പച്ചി കുറേ കയറിയായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് പോയി അയ്യോ ഞാനും വെളിയിൽ ടാറ്റാ. അമ്മ അതെന്റെ വണ്ടി ഓടിക്കുന്നു. അയ്യപ്പൻ പുറകെ ഇരുന്ന് എന്താ കാണിക്കുന്നു? നമ്മളിപ്പോ കോടതി കഴിഞ്ഞു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ശ്രീജാറ്റി എപ്പോ അല്ല ശിച്ചു ഒക്കെ എപ്പോഴാ വരുന്നത്? ചോദിക്കാം. ഞങ്ങള് കോടതി കഴിഞ്ഞു. ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന വേണ്ടി വിളിച്ചു. അമ്മയുടെ വീട്ടുകാരിയാണ്. നമുക്ക് മേടിക്കും. സമയം എന്തുവാ? സമയം എന്തുവാ നോക്കട്ടെ. സമയം 11:59, 12 മണി. അമ്മ സിയാസിയുടെ ഫോൺ എടുത്താ? ഇല്ല മോനെ അതവിടെ വെച്ചേക്കണം. മമ്മിയെ വിളിക്കാൻ. മമ്മിയുടെ ഫോണില്ലേ? മമ്മിയുടെ ഫോൺ കേടായ. അയ്യോ കുഞ്ഞമ്മച്ചിയുടെ മരുന്ന് മേടിച്ചില്ല. മെഡിക്കൽ സ്റ്റോർ ഏതെങ്കിലും തുറന്നായിട്ട് കണ്ടോടാ? ശ്രീത്തുമാമന്റെ. അയ്യോ മാവേലിക്കര വഴി പോകും. ഇതാണ് ബുദ്ധ ജംഗ്ഷൻ. ബുദ്ധ ജംഗ്ഷൻ ഇതൊരു സ്കൂളാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ, മാവേലിക്കര പോലീസ് സ്റ്റേഷൻ. അനുഭവം തുറന്നിട്ടില്ല. പിന്നെ കാണുന്നതാണ് ഏതാ തുറന്നേന്ന് പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ്. ഇവിടെ കണ്ടൊക്കെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടെ നോക്കണം എന്തും എഴുതി വെച്ചേക്കുന്നത്. എന്തുവാ ഏതാ തുറന്നേക്കുന്നതെന്ന് അവർ എഴുതും. അങ്ങനെയൊക്കെയുണ്ട്. ഇതുവരെയായിട്ട് എനിക്കറിയില്ല. അമ്മ പുറയിലൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് അടച്ചേക്കുവാണ്. അനുപമ അടച്ചായിരുന്നു. അതിന്റെ ഇച്ചിരി മുമ്പ് ഇവിടെങ്ങാണ്ടൊരു മെഡിക്കൽ സ്റ്റോർ ഇല്ലാണ്ടില്ല. ഇവിടെ എഴുതി വെച്ചില്ലേ ഇന്ന് പ്രവർത്തിക്കുന്ന സേവന മെഡിക്കൽ സ്റ്റോർ KSRTC ബസ് സ്റ്റാൻഡിന് പിറകുവശം മാവേലിക്കര. ഇപ്പൊ തിരിക്കണം. ഇതുവഴി അങ്ങോട്ട് പോയി വിജയൻ അതുവഴി പോകും. ഇതെന്തോ റോഡാണ്? മിച്ച ജംഗ്ഷൻ. ബുദ്ധ റോഡ്. മിച്ച ജംഗ്ഷൻ. മിച്ച ജംഗ്ഷൻ റോഡ്. ആ കാണുന്ന ജംഗ്ഷന്റെ പേരാണ് മിച്ച ജംഗ്ഷൻ. മിച്ച ജംഗ്ഷൻ. അമ്മ ഇപ്പൊ ഈ പറയുന്ന ഇങ്ങോട്ട് തിരിച്ചാൻ പോവമ്മേ. ഈ വണ്ടിക്കാല പറയിലോട്ട് എന്തിനാ പോന്നേ? അങ്ങനെ പോകാൻ പറ്റുമോ? അവര് ഇടത്തോട്ടാണെങ്കിൽ അവർ ഇടത്തോട്ട് തിരിക്കും, നമ്മൾ ഇടത്തോട്ട് തിരിക്കും. മൊത്തം ഇടിക്കത്തിരിക്കും. ഇതാണ് മിറ്റ ജംഗ്ഷൻ. ഇത് AVJ ജംഗ്ഷൻ. ഇവിടെ സേവന മെഡിക്കൽ സ്റ്റോർ
പഠിക്കുന്ന അതേണ്ട സേവന. എൻ്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മൂമ്മ മറ്റേ ശ്രീകയോ തിരിച്ചോ? ശിഖയുടെ അമ്മൂമ്മ. അയ്യോ, പൈസ കൊടുക്കണമെങ്കിൽ പൈസ എടുത്തിട്ടില്ല. എത്ര ആവും? നമ്മൾ എത്താറായിരിക്കുന്നു. അത് ഇതാ ചെയിന. ആ കാർഡ് കൂടെ കാണിക്കും. കാർഡ്. ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു എ ഡേ ഫീൽഡ് വിത്ത് ലവ് ആൻഡ് ഇയർ ഫീൽഡ് വിത്ത് ഹാപ്പിനെസ്. ഐ ആം സെൻഡിങ് യു സ്മൈലി ഫോർ every moment of your special day. തലയിലിടുന്നു. ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളെത്തി. ഓ, ഗേറ്റൊക്കെ തുറന്നിട്ടേക്കാണല്ലോ. രണ്ട് കുഞ്ഞു പറ്റി. വ്ലോഗ് വേണ്ടേ? അവര് നമ്മളെ വീടെത്തി. അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരും. ഹലോ ഗായ്സ്, അപ്പൊ കുഞ്ഞു വെച്ച് തന്ന ഗിഫ്റ്റിൻ്റെ മാലയാണിത്. വേണ്ട, ഞാൻ കാണിച്ചത്. വേണ്ട, ഈ മാലയാണ് മറ്റേ ബട്ടർഫ്ലൈ ഉള്ള. ആ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്കും മാല തന്നു. ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന മറ്റേ കപ്പിൾസ് ഇട്ട് മറ്റേ ഇതില്ലേ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണേ. അപ്പം ഞാനിത് അയ്യപ്പന് കൊടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കമ്മൽ കുഞ്ഞിച്ച് തന്നായിരുന്നു. എൻ്റെ ഈ കമ്മലാണേ, കാണാൻ പറ്റുന്നുണ്ടോ? അതെൻ്റെ ഈ കമ്മൽ ഞാൻ പറയുക, ഈ ഉടുപ്പിൻ്റെ കൂടെ ചേർക്കില്ലേ, എൻ്റെ ഈ കമ്മൽ ഉടുപ്പ് ചേരും കണ്ടോ? ആ കളറ് തന്നെയാണ്. അപ്പം ഇതാണ്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മാല ഞാൻ എൻ്റെ കഴുത്തിൽ കിടത്തിട്ടാണ് കുഞ്ഞമ്മച്ചി എനിക്ക് തന്ന ഗിഫ്റ്റ്. ഞാൻ ഈ പേപ്പർ എടുത്തോട്ടെ. അപ്പം ഇനി കുഞ്ഞമ്മച്ചി എനിക്ക് എന്തെങ്കിലും തരാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പേടിച്ചു പോയി.
അയ്യോ ഞാനത് പതുക്കെ സംസാരിക്കാണ്ട് അയ്യപ്പൻ കളിച്ചോണ്ട് അയ്യപ്പ ഇത് പിടിച്ചടാ ഞാൻ അമ്മ എടുത്ത് വരുന്നു. നീ സംസാരിച്ച എന്ത് വേണേലും എന്താ പിങ്ക് കൈ കണ്ടേ? പിങ്ക് കൈ ഇതും പിങ്ക് എൻ്റെ പിങ്ക് കൈ കണ്ട പിങ്ക് കൈയില്ലേ? കണ്ടേ പിങ്ക് കൈയല്ലേ? എൻ്റെ രണ്ടെണ്ണം പിങ്ക് കൈയല്ലേ? എൻ്റെ ചേച്ചി ബാത്റൂമിൽ പോയെന്ന് പറ.